അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോൾസെയിലും റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതുപോലെ എക്സ്പോർട്ടിംഗ് ബിസിനസ് അബാദ് ഫുഡ്സിനുണ്ടോ? അത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റീറ്റെയിൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ റെഡി ടു കുക്ക് പ്രോഡക്ട്സ്, അത് കൂടുതലും വീടുകളിൽ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആണ്. ഒരു വേസ്റ്റേജ് ഇല്ല, അതിൽ അഡീഷണൽ ക്ലീനിങ് ഒന്നുമില്ല, റെഡി ടു കുക്കാണ്. അത് IQF പ്രോഡക്റ്റുകളാണ്. IQF എന്ന് പറയുമ്പോൾ സിപ്പ് ലോക്ക് പാക്കഡ് ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പീസ് ഫിഷിൻ്റെ പീസാണെങ്കിൽ, ഫ്രൈ കട്ടാണെങ്കിൽ ആ 10 പീസിൽ 2 പീസ് ആവശ്യമുള്ളെങ്കിൽ 2 എടുത്തിട്ട് ആ സിപ്പ് ലോക്ക് ചെയ്തിട്ട് നേരെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. ഇങ്ങനെയുള്ള കൺവീനിയൻസ്, പിന്നെ ഒരു പ്രൈസ്, ഗ്യാരണ്ടീഡ് ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇത് യൂസ് ചെയ്ത ആളുകൾ, നാട്ടിലുള്ള ആളുകൾ അബ്രോഡ് പോയിട്ട് അവിടെയുള്ള ഇപ്പോൾ ന്യൂസിലൻഡ്, കാനഡ അല്ല UK ഇങ്ങനെയുള്ള NRI മലയാളീസ്, അവരുടെ റിക്വയർമെൻറ്റ് വന്നിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക്, അതിൻ്റെ സൂപ്പർ മാർക്കറ്റിലെ പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കുറേ കൺസൈൻമെൻറ്റ് ഇതുപോലെ ഉള്ള രാജ്യങ്ങളിലേക്ക്, ഈ ഡൊമസ്റ്റിക് സെയിൽസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഡിവിഷൻ ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പോർട്ടിങ് ഉണ്ട്. ഞങ്ങളുടെ അണ്ടറിൽ നിന്ന് തന്നെ, ഈ ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ ഒരു പാർട്ട് എക്സ്പോർട്ടിന് പോകുന്നുണ്ട്. അത് എല്ലാ മന്തും ഉണ്ട്, അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് മേഖലകൾ അല്ലെ ഒരു എക്സ്പോർട്ട് മേഖലകളിലേക്ക് കൂടി നമ്മളുടെ ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾ പോകുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ദേശത്തിലായാലും അല്ലെങ്കിൽ പുറത്തേക്കായാലും ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ പോകുന്നുണ്ട്. ഇത്രയും വലിയൊരു കമ്പനിയാണ്. അപ്പോൾ എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ആണ് ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അതായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് പാർട്ണർ എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്ററിംഗ് അസോസിയേഷനുകളിൽ നിന്ന് ഞങ്ങൾക്ക് പല വർഷങ്ങളിലും നമ്മൾക്ക് അവാർഡുകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് നമ്മൾക്ക് ഞങ്ങളുടെ ഓൺ പൊറോട്ടയാണ് ഉപയോഗിക്കുന്നത് ഈ ഫ്ലൈറ്റ് കാറ്ററിങ്ങിലെല്ലാം. അപ്പോൾ ഈ എയർ ഇന്ത്യയിൽ നിന്ന് അവിടെ പൊറോട്ടയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു അപ്രീസിയേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അവരിപ്പോൾ കണ്ടിന്യൂസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഓൺ വീറ്റ് പൊറോട്ടയാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർ കസ്റ്റമൈസ് ചെയ്യുന്ന ഓർഡറുകളാണ്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ എംപ്ലോയി സൈഡിൽ നിന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഈ വർഷം. കേരളത്തിലെ ഉൽപ്പാദന മേഖലയിൽ, അതായത് കേരളത്തിലെ എൻ്റയർ ഫാക്ടറികളിൽ വലിയ വലിയ കമ്പനികളുണ്ട്, അതുപോലെയുള്ള ഉൽപ്പാദന മേഖലകളിൽ നിന്ന് ഉള്ള ഏറ്റവും നല്ല എംപ്ലോയി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബ്രിജിറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു എംപ്ലോയിയാണ്. അവർക്ക് അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാഷ് അവാർഡ്, 1 lakh ക്യാഷ് അവാർഡ് പ്ലസ് അതിൻ്റെ ഒരു മെമൻഡോ എല്ലാം കിട്ടിയതാണ്. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളത് നന്നായിട്ട്, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഓണർ സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാ ന്യൂസ് പേപ്പറിലെല്ലാം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതൊരു 3-4 ലെവൽ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ എൻട്രിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് സെലക്ട് ആവുന്ന ആൾ അത്രയും ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും കമ്പനിയുടെ ഫെസിലിറ്റിയെക്കുറിച്ചും ഒക്കെ ഒത്തിരി ചോദ്യങ്ങൾ പല ലെവലുകളിൽ കഴിഞ്ഞിട്ട് ഒരു അവാർഡ് വിന്നർ ആയതിൽ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് എക്സ്ട്രാ നല്ല പവറുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല നല്ല സ്റ്റാഫ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഇനിയും അബാദ് ഫുഡ്സിലേക്ക് ലഭിക്കട്ടെ, അവാർഡ്സും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സർ, അതുപോലെ മാർക്കറ്റിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടീംസ് വന്നിട്ട് ഇതുപോലെ തന്നെ ഫിഷൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ ഇട്ടൊക്കെ അബാദ് ഫുഡ്സ് എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്തിട്ടുള്ളത്? അത് കേരള എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സൈഡ് കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ വരുന്ന ഫ്രഷ് ഫിഷ് വരുന്ന ഒരു സ്ഥലമാണ്. അത് കൂടാണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ ട്രക്കിലും ലോറിയിലും എല്ലാം പ്രോഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഒരു റോഡ് സൈഡിൽ ഇട്ടിട്ട് പോലും വലിയ ബൾക്കായിട്ട് ഫിഷ് സപ്ലൈ ചെയ്തിരുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് ഞങ്ങൾ അത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഫ്രോസൺ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പലരും സംസാരിച്ചിരുന്നു, അത് കൊച്ചിയിൽ ഇത്രയും മീനുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് വിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സീസണലാണ് ഈ വരുന്നത്. പിന്നെ അതിന് യാതൊരു ഫുഡ് സേഫ്റ്റി ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റ് ഒറീസയിൽ നിന്നും ഈവൻ ഗുജറാത്തിൽ നിന്ന് വരെ മെറ്റീരിയൽ
ഫ്രഷ് എന്ന് പറഞ്ഞ് മാത്രം വരും. അത് ഫ്രീസ് ആ പ്രിസർവേഷൻ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. ഈ ഫ്രഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൺഹൈജീനിക് ആയിട്ടുള്ള ഫ്രഷ് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നല്ല പറയുന്നത് ഒത്തിരി കെമിക്കൽ കാര്യങ്ങൾ എല്ലാം വരും. അത് നമ്മൾ യാതൊരുവിധ നെഗറ്റീവ് മാർക്കറ്റിങ്ങും ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ കെമിക്കൽ ഫ്രീ ആണ് അങ്ങനെ ഇങ്ങനെയുള്ള. പക്ഷേ അത് ട്രൂലി 100% പ്രോഡക്റ്റ്, ഈച്ച് പ്രോഡക്റ്റ് നമ്മൾ ഫോർമാലിൻ ഡിറ്റക്ഷനും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ അഡൾട്ടറൻ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്നുള്ള ഫുള്ളി എക്യുപ്പൈഡ് ലാബ്സ്, ക്വാളിറ്റി ലാബോറട്ടറികൾ എല്ലാ ഫാക്ടറികളിലും ഞങ്ങൾക്കുണ്ട്. അവിടെ എല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഫാക്ടറിയുടെ അകത്തേക്ക് എൻട്രി എടുക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് റിജക്ഷൻ വരുന്നത് ഞങ്ങളുടെ പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി അത്രയും അഷ്വേർഡ് അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറില്ല. അത്രയും ക്വാളിറ്റി അഡ്വാൻറ്റേജ് കൊണ്ടും പ്രൈസ് കൺസിസ്റ്റൻസി കൊണ്ടും സർവീസ് കൊണ്ടുമാണ് നമ്മൾ ഈ ഫ്രഷുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് പറയുമ്പോഴാണ് ഇപ്പോൾ അബാദിൽ നോക്കുമ്പോൾ നമ്മൾ അബാദ് ബിൽഡേഴ്സ്, അബാദ് റിസോർട്ട്സ്, അബാദ് ഫിഷറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അബാദ് ഫുഡ്സ് എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ അബാദ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അബാദ് ഗ്രൂപ്പിൻ്റെ ഒരു ജനകീയ മുഖമാണ്. ഒരു കോമൺ പോപ്പുലർ ഫേസ് ആണ്. അതെന്താന്ന് പറഞ്ഞാൽ അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലേക്കും പ്രോഡക്റ്റ് എക്സ്പോർട്ടുള്ള, വർഷങ്ങളായിട്ട് എക്സ്പോർട്ടുള്ള 90 ഇയറാണ് അവരുടെ ബിസിനസ് സ്റ്റാർട്ടായിട്ട്. അപ്പോൾ അത്രയും എക്സ്പോർട്ടുള്ള ഒരു കമ്പനിയാണ്. അത് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി ലെവലിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും മറൈൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ പേരുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അബാദ് ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിൽ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ട് സ്റ്റേയോ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ ഗ്യാരണ്ടി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റിസോർട്ടും ഹോട്ടൽസുമാണ് അബാദിനുള്ളത്. അതുപോലെ അബാദ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ആ ഒരു സെക്ടറിൽ. അത് പക്ഷേ അബാദ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ നമുക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. ബാംഗ്ലൂർ, കോറമംഗല, മൈസൂർ, അത് കർണാടക റീജിയനിൽ. തമിഴ്നാട്ടിലാണെങ്കിൽ മധുരൈ, കോയമ്പത്തൂർ, പിന്നെ രണ്ടാമത് ചെന്നൈയിൽ 2 ബ്രാഞ്ച്, ഇങ്ങനെ ഒരു 4 ബ്രാഞ്ചുകളുണ്ട്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഓഫീസും കോൾഡ് സ്റ്റോറേജുകളുണ്ട്. അപ്പോൾ കേരളത്തിലെ കോമൺ മാന് ഫെമിലിയർ ആയിട്ടുള്ളത് അബാദ് ഫുഡ്സാണ്. അതായത് അത്രയും ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റുകൾ അവരുടെ ഡോർ സ്റ്റെപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഓരോ കാറ്ററിംഗുകാർ ഓരോ ഫംഗ്ഷന് ഓരോ സ്ഥലങ്ങളിൽ ചെയ്തു പോകുമ്പോൾ അവർക്കിപ്പോൾ ഊട്ടിയിലാണോ അല്ലെങ്കിൽ കൊടൈക്കനാലിലാണോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സിൻ്റെ എല്ലാം കാലം ഏത് സ്ഥലത്താണോ അവർ പരിപാടി നടത്തുന്നത്, ഏത് കായലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ മൗണ്ടൻ്റെ മുകളിലോ എവിടെയാണെങ്കിലും അവിടെ നമ്മുടെ വണ്ടി എത്തും. അവർക്ക് ഇത് ഇവിടെ നിന്ന് കെട്ടി വലിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ട, അവർ പറയണ ആ സമയത്ത് നമ്മളവിടെ സപ്ലൈ ചെയ്യും. അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കേരളയിൽ ഏറ്റവും ഒരു കോമൺ മാൻ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് അബാദ് ഫുഡ്സ് മാറിയിട്ടുണ്ട്. ഇതാണ് ഈ ഞങ്ങളുടെ തന്നെയുള്ള മറ്റ് ഡിവിഷൻസുമായിട്ടുള്ള ഒരു ഡിഫറൻസ്. അപ്പം നമ്മൾ ഇത്രയും നേരം കേട്ടത് അബാദ് ഫുഡ്സ് എന്ന വലിയ കമ്പനിയുടെ ഒരുപാട് വിശേഷങ്ങളാണ്. അത് നമ്മളുമായി പങ്കുവച്ചത് അബാദ് ഫുഡ്സിന്റെ GM ആയിട്ടുള്ള മധു സാറാണ്. 3 kg തൊട്ട് എത്ര ഹ്യൂജ് വോളിയം ഓഫ് ഫ്രഷ് ആൻഡ് ഫ്രോസൺ ഫുഡ് പ്രോഡക്ട്സ് വളരെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്നു എന്നതാണ് അബാദ് ഫുഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് അബാദ് ഫുഡ്സിനെ ജനകീയമാക്കുന്നതും.